ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് കുറേ നാളുകളായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇതിന് മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് ചെയ്തിട്ടുണ്ട്, പക്ഷെ റീസെൻ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടി എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ തേർഡ് പാർട്ടി പേഴ്സണും തമ്മിലുള്ള ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനൊക്കെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോവോ എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒറാക്കിൾ എനർജീസ് എടുത്ത് നോക്കാം. New beginnings, adventures, taking risk, purity and going forward. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പ്രെഡ് എടുത്ത ശേഷം ഇതിൻ്റെ ഒരു എനർജി എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏത് തരത്തിലാണ് എന്നുള്ളത് അറിയാം. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ എനർജി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Temperance, Three of Swords, Ace of Pentacles, Hanged Man, Strength, Six of Swords, Two of Swords, Page of Pentacles, Six of Wands, Two of Pentacles, Seven of Wands, Ten of Swords, Death and Rebirth, Judgment. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് കാണാം, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്, പെയിൻ അനുഭവിച്ചു പോകുന്നൊരവസ്ഥ കാണാം. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നില്ല. ഇതിനകത്ത് സ്റ്റക്നെസ് വരുന്നുണ്ട്, പോസ് വരുന്നുണ്ട്, സൈലൻസ് എനർജീസ് നമുക്ക് കാണാം. പക്ഷേ അത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാത്തൊരവസ്ഥയാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹീലിങ്ങിലേക്ക് ശ്രമിക്കുന്ന ഒരു എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതായത് ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഏത് തരത്തിലുള്ള ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഇതിനു മുൻപും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്ത് വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് പോയൊരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആയിരിക്കാം ഹേർട്ടായിട്ടുള്ളത്. പക്ഷേ എങ്കിലും അത് ഒരു പേഷ്യൻസ് എനർജിയിൽ പോകുന്നൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസും ഉണ്ടായെന്ന് വരാം. ഒരുപക്ഷെ നിങ്ങളുടെ കാര്യത്തിൻ്റെ പേരിലായിരിക്കും അവിടെ അവർ തമ്മിൽ ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ ഒരു ഹേർട്ടിങ് എന്നുള്ള രീതിയിൽ വരെ സിറ്റുവേഷൻസ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് വിട്ട് കൊടുക്കാനായിട്ട് തയ്യാറല്ലാത്തൊരു എനർജി നമുക്ക് കാണാം. മേ ബി അത് ആ ഒരു എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ഇതായിരിക്കും. അതായത് ഇപ്പോൾ പ്രോബ്ലംസ് വരുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ അത്
കട്ട് ഓഫ് ആവുന്നു, എൻഡ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാലും പിന്നെയും അവിടെ നിന്ന് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് പോലെ ചെറിയൊരു മാറ്റം അതിനകത്ത് ഉണ്ടാവുന്നു. ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ പറയില്ല ഒരു കണ്ണി കൂടി വിടാനുണ്ടെന്ന് പറയുന്ന പോലെ അത് മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കട്ടാവുന്നില്ല. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവരൊരു ഹാപ്പി മൈൻഡ് സെറ്റിലാണോ പോകുന്നത്, പരസ്പര ധാരണയോടു കൂടിയാണോ പോകുന്നത്, അല്ലെങ്കിൽ പരസ്പരം സഹകരണമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ കുറവാണ്. ഒരാളാണ് ഇതിനകത്ത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, മറ്റൊരു വ്യക്തി ഇതിനകത്ത് കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു പ്രഷർ കാണാം. നമുക്കൊരു പ്രഷർ കുക്കർ മോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഫുള്ളി ഇതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. പരസ്പരം കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ വിട്ടുകളയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് പേടിയുണ്ടാവാം. കൂടുതലായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി വിട്ടുപോയാലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ നമ്മളൊരു നോക്കുമ്പോൾ പേഷ്യൻസ് എനർജിയും കാര്യങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരു സീരിയസ് ലെവൽ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും വരുമ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു സൈലൻസ് ആണ്, വെയിറ്റിംഗ് എനർജിയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ആലോചനയിലേക്ക് പോകുന്ന ഒരവസ്ഥ കാര്യങ്ങൾ നമുക്കവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്നൊരവസ്ഥയല്ല. ഇങ്ങനെയുള്ളൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയൊക്കെ ഒരു ഏഹ്, നല്ല രീതിയിലേക്ക് മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ അവർ രണ്ടുപേരും ഓക്കെ ആവാം. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സൊസൈറ്റിയുടെ മുമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലേസസിലൊക്കെ മറ്റുള്ളവർക്കും കൂടി അറിയുന്ന വിസിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് ധരിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിച്ചഴയ്ക്കാത്ത രീതിയിൽ പോകുന്ന ഒരു തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ലെവലിലേക്ക് കാര്യങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥ. അവരുടെ ആ ഒരു പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് ഒരു നല്ല രീതിയിലേക്ക് ഇതിനൊരു വഴിയിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരാൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. മുന്നിലേക്കുള്ള വഴിയിലെത്തുമ്പോഴത്തേക്കും ഒരു സ്റ്റക്നെസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ക്രോസ് റോഡിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ മറ്റൊരു വ്യക്തി ഇതിനകത്ത് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരാൾ അതിന് കൊടുക്കാൻ തയ്യാറല്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം വരുമ്പോൾ അവിടെ ഡിലേ ഇട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാൾ ഹേർട്ട് ആവുന്നതും അല്ലെങ്കിൽ ഇതിനകത്ത് കാര്യങ്ങൾ നടക്കാത്തതും. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ വാക്ക് പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി പാറ്റേൺസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 2 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ആ ഒരു ജഗ്ലിംഗ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ പറയാൻ കാര്യം ചില റിലേഷൻഷിപ്പിനകത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നിങ്ങളൊരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി അവരായതുപോലെ തന്നെ. അപ്പം അങ്ങനെ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. ചില റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെ നമ്മൾ കാണാറുണ്ട്. പേഴ്സണ് മാത്രമേ നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ അറിയുന്ന ഒരു സാഹചര്യമുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നല്ലപോലെ അറിയുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ ഒരു എനർജി ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോടുള്ളൊരു സ്നേഹമോ ആധിക്യമോ കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ഓവറായിട്ട് ഇൻവോൾവ് ആവാൻ കഴിയാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ബന്ധത്തിനകത്ത് ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി വരുന്നതിൽ നിങ്ങളുടെയും ആ ഒരു എനർജി ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ ചില വ്യക്തികളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസ് വരുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഈ ഒരു നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വരുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്ന രീതിക്കായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവരുടെ പേഴ്സൺ അവരോട് കൂടുതലൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് അതിന് കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് ഹേർട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു ഡിഫെൻസീവ് മൂഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെയിൻഫുൾ എൻഡിങ്ങിലേക്ക് വരെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം പോലെ തന്നെ ഇത്രയൊക്കെ കംപ്ലീറ്റ്ലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കണ്ണി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി വിട്ടു പോകുന്നില്ല. വീണ്ടും ഇതിനകത്ത് പതിയെ 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 ഒരു സ്ലോ ബേണിംഗ് പോലെ ഓണായിട്ട് വരുന്നു.
വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സെയിം റിപ്പീറ്റിംഗ് ദ ഓൾഡ് പാറ്റേൺ എന്ന് പറയുന്നത് പോലെ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ടോർച്ചറായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരാണോ ആ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് നോക്കുന്നത്, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്കത് വളരെ ദുർഘടമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു കാർഡ്സൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് അവരുടെ ഒരു കാർമിക് സൈക്കിളിൽ പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കണം ഇവർ. ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു എന്താ പറയുന്നത്, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അത് വിട്ടു പോവാതെ അങ്ങനെ തന്നെ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കണം. അതായത് ഇവിടെ ഇവരുടെ റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു പാസ്റ്റ് ബാഗേജ് കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു പാസ്റ്റ് ബാഗേജ് അവർ വിട്ടു പോകുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോകുന്ന ആ ഒരു പാറ്റേണിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു കാർമിക് ഡെപ്റ്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് കഴിയുന്ന ഒരു സമയത്താണ് അതിനകത്ത് മാറ്റം വരുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ചില വ്യക്തികൾ പറയുന്നത് കേൾക്കുന്നതാണ്. അവരെന്തോരം ഈ ഒരു തേർഡ് പാർട്ടി റിമൂവ് ആവാനായിട്ട് പറഞ്ഞിട്ട് പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില കേസിൽ പറയും പേഴ്സണ് താല്പര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്താണോ അത് കട്ടായി പോകുന്നില്ല. അല്ലെങ്കിൽ പേഴ്സണായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും കറങ്ങി തിരിഞ്ഞു വരുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ പോയി മടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാർമിക് സൈക്കിളിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമയമുണ്ട്. എത്ര നാൾ വരെ അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം നടക്കുമ്പോഴാണ് അതിനകത്ത് ഒരു മാറ്റം വരിക. നമ്മൾ ആ ഒരു ട്രസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. യൂണിവേഴ്സ് അതിനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു സമയം കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചിലവരുടെ കേസസിനകത്ത് ഈ പറഞ്ഞതുപോലെ പേഴ്സണ് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിക്ക് ഇറങ്ങി തിരിഞ്ഞ് വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ പബ്ലിക്കിനെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് പുറത്തറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുന്നുണ്ടാവില്ല. കൂടുതലും നമ്മൾ പറഞ്ഞതുപോലെ സൊസൈറ്റിയുടെ മുൻപിൽ നല്ല രീതിയിൽ പോകുന്നത് പോലെയോ പ്രോബ്ലംസ് ഇല്ലാത്തത് പോലെയൊക്കെ കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് നോക്കി കാണുന്നവർക്ക് ഇത് കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ പോകുന്നു എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കറൻറ്റ്ലി ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ ഈ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് തീർച്ചയായിട്ടും മാനസികമായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി അനുഭവിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ അവർ നോക്കുന്നുണ്ട്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോകുന്നില്ല. അവർ ഫ്ലോ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഈ പറഞ്ഞതുപോലെ ഒരു എൻഡിങ് സ്റ്റേജിൽ ചിലപ്പോൾ അവർ തമ്മിലൊരു സെപ്പറേഷനിലോ സൈലൻസിലോ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. എങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ ആ ഒരു ടക്ക് വന്ന് വീണ്ടും അത് ഓണായിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയും നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും ഒരു ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്നേഹത്തോടെ ഇരിക്കുന്ന എനർജിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും അല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി ആയിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ വരുമോ? ഇതിൻ്റെ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ചില കാർമിക് സൈക്കിൾസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിയുന്ന ഒരു സമയത്ത് അത് അവസാനിച്ച് പോകുന്നതായിട്ട് കാണാറുണ്ട്. ചിലത് ഒരു അബ്രപ്റ്റ് എൻഡിങ്ങിലേക്ക് വരുന്നതായിട്ട് കാണാറുണ്ട്. ചിലത് അങ്ങനെയല്ല. അതിന് ചില കേസസിനകത്ത് മാറ്റം വരാറുണ്ട്. പിന്നെ അത് ഓണാവുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവരുടേത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം. Possibilities beyond illusion, consciousness, experiencing the creator, sharing,
transformation, aloneness, letting go, comparison, thunderbolt. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എനർജീസൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന ഒരവസ്ഥ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റിലുള്ള എനർജി നമ്മൾ പറഞ്ഞാണ് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്താനായിട്ട് അല്ലെങ്കിൽ മറ്റു ലെവലിലേക്കെല്ലാം ചിന്തിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രോബ്ലം തീർന്ന് വേഗം പഴയതുപോലെ ആവണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ആദ്യമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അത് കുറേ നാൾ നിലനിന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ വേറെ വശങ്ങളൊക്കെ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതിനൊരു അവസാനം ഇല്ലേ? അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും മറ്റു പല കാര്യങ്ങളിലേക്ക് കടക്കുന്നതും അല്ലെങ്കിൽ കൂടുതലായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ശ്രമിക്കുന്നത് ആ ഒരു സമയത്താണ്. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിബിലിറ്റീസ് ആണ് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താനുള്ള ഒരു സാധ്യതകൾ അന്വേഷിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോവാത്ത തരത്തിൽ പിന്നെ മുന്നിലേക്ക് നോക്കി കാണുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. അത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഒരു എനർജി ആയിരിക്കാം. പക്ഷേ എങ്കിലും നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഒരു മാറ്റം കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വീണ്ടും ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത്. അപ്പോൾ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോഴുള്ള ഒരവസ്ഥ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു എൻഡ് ആവുന്ന പോലെ ഇരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ പോവാണ്. അപ്പം അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റു ലെവലിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എന്താണ്? ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് എന്ത് കാര്യമാണ് നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവർ അതിനകത്ത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഒരു പൊസസീവ് നേച്ചർ ആയിരിക്കാം, കൺട്രോളിങ് ഹാബിറ്റ് ആയിരിക്കാം, പല കാര്യങ്ങളും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. മിസ്റ്റേക്സ് ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വഴക്കുകളായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു മിസ്റ്റേക്സ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എന്താണ് അതെല്ലാം മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥ. അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മറ്റൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒക്കെ ശ്രമിക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്സിനകത്തൊന്നും ആ ഒരു ഇവിടെ കണ്ട ആ ഒരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളും കയറി വന്നിട്ടില്ല. ആ ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു മറ്റൊരു ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വയം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് മാറിപ്പോവുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സംഗതി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലെറ്റ് ഗോ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും, ഒരാൾ മൂവ് ഓൺ ചെയ്ത് മാറും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട് ആൻഡ് തണ്ടർ ബോൾട്ടാണ് ലാസ്റ്റ് വന്നിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും ഇടയിലിരുന്ന് ബുദ്ധിമുട്ടുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ജസ്റ്റിസ് ഉണ്ടാകുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കഴിയുന്ന ഒരു സമയം വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് പെട്ടെന്ന് സഡൻ ആയിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു എൻഡിങ് ഉണ്ടാവില്ല. പക്ഷേ അല്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്മാറി പോകുന്ന ഒരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നുള്ളതാണ്. ആ ഒരു ഡിസ്ട്രക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു ജേർണിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതായത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസിലേക്ക് എത്തുന്ന ഒരു സമയം വരുമ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അതിൽ നിന്ന് പിന്മാറി കംപ്ലീറ്റ് ആയിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയിലേക്ക് വരുന്നൊരവസ്ഥയെ നമുക്ക് കാണാം. ഇപ്പം നിലവിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പിന്നെയും എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് അവിടെ എത്തുന്നു. ചിലപ്പോൾ അവരുടെ തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പല കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു
കാർമിക് സൈക്കിൾ ഉള്ളതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മോചനം അല്ലെങ്കിൽ സ്വയമേ നടത്തുന്ന ഒരു പിന്മാറ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അത് എൻഡ് ആവും എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ അത് പെട്ടെന്നുള്ളൊരു മാറ്റം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ ഉടനെ എന്നുള്ളത് ഒരു പാറ്റേൺ അല്ല നമുക്ക് കാണുന്നത്. ഇതിന് ശേഷം വീണ്ടും അവർ തമ്മിൽ ഒരു യോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മാറ്റവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു മനസ്സോടുകൂടി പിന്മാറി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഒഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് അറിയാനുള്ളത് ഈ ഒരു സ്പ്രെഡിനെ പറ്റിയാണ്. അതാണ് നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റി വെച്ചതാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലെ എനർജി, ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസും കൂടി ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച കാർഡ്സാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ന്യൂ ബിഗിനിങ്, അഡ്വെഞ്ചേഴ്സ്, ടേക്കിംഗ് റിസ്ക്, പ്യൂരിറ്റി, ഗോയിങ് ഫോർവേഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ചിലപ്പോൾ മോശം അവസ്ഥയായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളെയും കാര്യമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അതിനകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവിടെ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരും എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ ഒരു വെളിച്ചത്തിലേക്കുള്ള ഒരു പോക്ക് പോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഈ പറഞ്ഞൊരു ചേഞ്ച് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാവുന്ന ആ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു എലമെൻറ്റ്സ് പോലെ അഡ്വഞ്ചേഴ്സ്, ടേക്കിംഗ് റിസ്ക് ചിലപ്പോൾ വളരെ ഒരു ക്രൂഷ്യൽ ജേണിയാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം ചിലവരാണെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്കുള്ളൊരു മാറ്റം അതിനകത്ത് വരുന്നതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ആ ഒരു വാട്ടർഫോൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് വന്ന ശേഷമായിരിക്കാം നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ലെവലിലുള്ള എനർജി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഒരു കാര്യം കൂടി നമ്മളവിടെ മനസ്സിലാക്കണം. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ എത്ര ഒരു ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ എത്ര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു എനർജിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹഡിൽസ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ഫൊർഗീവ്നെസ് കൊടുക്കുക അല്ലെങ്കിൽ ഹീലിങ്ങിലേക്ക് വരിക എന്നുള്ളതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചൊരു ടഫ് ജേർണി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അനുഭവിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നല്ല തുടക്കങ്ങളും മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നതായിട്ട് കാണാം. കറൻ്റ്ലി സ്റ്റക്നെസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു പുതിയ പ്രതീക്ഷകൾ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ജേർണി ആണെന്നുണ്ടെങ്കിലും അത്ര സുതാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ട്, ടഫ്നെസ് ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതിനകത്ത് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടും കാണാം. ചിലരുടെ കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരായിരിക്കാം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ താളം പോലും തെറ്റിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള മറ്റൊരു റിലേഷൻഷിപ്പായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ബന്ധത്തിനകത്താണെന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഹഡിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിനും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് വ്യക്തികളും ഭൂരിഭാഗം വ്യക്തികളും റിലേഷൻഷിപ്സിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്സ് കൊണ്ടാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് പലതും ഉണ്ടാവാറുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് ആണ് കൂടുതൽ വ്യക്തികളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ആര് വേണമെന്നുണ്ടെങ്കിലാവാം തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്.
അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ? നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പും ഒരു സ്റ്റേജ് എത്തുമ്പോൾ എൻഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ സഡൻ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. തീർച്ചയായിട്ടും അവരുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ലെവൽ കഴിയുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് കാര്യങ്ങളിലേക്ക് എല്ലാം എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തും പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്നതായിട്ട് തന്നെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിമൂവ് ആവാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.